ഫീൽഡ് ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്താകട്ടെ സോൾ ഉണ്ടായിരുന്ന അതേ ട്രെയിനിൽ തന്നെ ആയിരുന്നു സഞ്ജയും ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും സോൾ മാക്സിമം ഒളിച്ചിരിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് സീനിയേഴ്സും ആ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫീൽഡ് ട്രിപ്പൊക്കെ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും കപ്പിൾസ് കിസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർ വിവാഹം കഴിക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. ഇതിനു മുമ്പ് ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടുപേരാകട്ടെ ക്ലാസ്മേറ്റ്സിനൊക്കെ കണ്ട സമയത്ത് വീണ്ടും വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവര് ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോയ സമയത്ത് മദ്യപിച്ചിട്ട് അറിയാതെ കിസ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് അവർക്ക് വിവാഹമൊക്കെ കഴിക്കേണ്ടതായിട്ട് വന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമയത്താകട്ടെ ഫീൽഡ് ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്ന രണ്ട് ബോയ്സ് ഒരു പണിഷ്മെന്റിന്റെ പേരിൽ കിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും പിന്നീട് വിവാഹം കഴിക്കേണ്ടതായിട്ടൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിശ്വാസമൊക്കെ ആളുകൾക്കിടയിലും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ സീനിയേഴ്സും അറിയിക്കുന്നു. സഞ്ജയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയാകട്ടെ നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് സഞ്ജയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും അതിലൊന്നും വിശ്വാസം ഇല്ല എന്നൊക്കെയാണ് അവളെ അറിയിക്കുന്നത്. ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഹ്യുൻജു ആകട്ടെ നിന്റെ ചേട്ടനും ഗേൾഫ്രണ്ടും ബ്രേക്കപ്പ് ഒക്കെ ആയോ? ചേട്ടന്റെ ഗേൾഫ്രണ്ടിന്റെ അക്കൗണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവളാകട്ടെ ചേട്ടനുമായിട്ടുള്ള എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹ്യുൻജു പറയുമ്പോൾ ഈ ലോകത്ത് എത്ര നല്ല ആമ്പിള്ളേരെ കിട്ടും. അങ്ങനെ ഇരിക്കെ നിനക്ക് അവരെ ആരെങ്കിലും നോക്കിയാൽ പോരെ എന്നൊക്കെ സോളും തിരിച്ച് ഹിഞ്ചുവിനോടും ചോദിക്കുന്നു. ഹിഞ്ചുവും അങ്ങനെ ഒന്നും തന്നെ താനും ഓർത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കിട്ടൊരു തട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിലെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ചിന്നെന്ന ഒരു പയ്യനിട്ടൊക്കെ അവളും ചിന്നിടിക്കുകയാണ്. ആ പയ്യന്റെ വായിൽ എപ്പോഴും മൗത്ത് വാഷ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അവൾ ഇടിച്ച സമയത്ത് അവനും അത് അറിയാതൊക്കെ വിഴുകി പോയിട്ടുമുണ്ടായിരുന്നു. സഞ്ജ കാണാതെ അവളും തൊപ്പിയൊക്കെ വെച്ചായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ തട്ടൊക്കെ കൊണ്ട് തൊപ്പി താഴെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവളും തൊപ്പിയൊക്കെ തിരികെ വെച്ച് ഒളിച്ചിരിക്കുന്നു. ക്യാബിനിലൊക്കെ പോകുന്നവരെ ഇങ്ങനെ ഒളിച്ചു നടന്നാൽ മതിയല്ലോ എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നതെങ്കിലും ക്യാബിനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് അവൾ ശരിക്കും ഞെട്ടുന്നത്. അവരുടേതാകട്ടെ അടുത്തടുത്തുള്ള ക്യാബിനും മറ്റുമൊക്കെ ആയിരുന്നു. ചേട്ടന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും മറ്റും കണ്ട് കഴിയുമ്പോഴത്തേക്കും പുതിയ പെൺകുട്ടികളും ചേട്ടനെ നോക്കി കളിയാക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ സഞ്ജയും ഇപ്പോൾ സോളിനെയൊക്കെ കാണുകയാണ്. അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസമൊക്കെ അനുസരിച്ച് ഫീൽഡ് ട്രിപ്പിന് കിസ് ചെയ്യുകയാണെങ്കിൽ വിവാഹം കഴിക്കുമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേട്ടനും നീ ഒരിക്കലും സോളിനെ ആ ഒരു രീതിയിൽ കാണുവാനേ പാടില്ല, അവളെ പിന്തുടരുവാനോ അവളെ കിസ് ചെയ്യുവാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനും കർശനമായിട്ടൊക്കെ സഞ്ജയനെ വിലക്കുന്നു. സോളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോകാമെന്നൊക്കെ വിചാരിച്ച് ഓടുന്നതൊക്കെ സഞ്ജയും കാണുകയാണ്. ഇനി അവളും നേരെ ചെന്ന് പോയി നേരത്തെ മൗത്ത് വാഷ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന ജിന്നിട്ട് പോയി ഇടിക്കുകയാണ്. ഇപ്പോഴും അവൻ വീണ്ടും മൗത്ത് വാഷ് ഒക്കെ കുടിക്കുന്നു. അവനും അവളോട് ഒരു രീതിയിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട്. സോൾ ഏതൊക്കെ കാര്യങ്ങളായിരുന്നോ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ടൈസിങ്ങിന്റെ അച്ഛനെ പോലീസ് അറിയിക്കുന്നു. സോളും കൃത്യമൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് കൂടി അവൾ വരച്ച് കാണിച്ചതും കൂടി ഇപ്പോൾ അയാൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കുമെന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും അപകടം നടന്ന ദിവസം സോളിനെ കണ്ടതിനെ കുറിച്ചൊക്കെ ടൈസിങ്ങിന്റെ അച്ഛനും ഓർത്തെടുക്കുന്നു. കുട്ടികളുടെയൊക്കെ ശല്യം സഹിക്കുവാൻ മേലാതെ സോളും ഇപ്പോൾ അകത്തേക്കൊക്കെ കയറി ബാഗ് എടുത്ത് പോകുവാനായിട്ടൊക്കെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേയധികം കുട്ടികൾ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് എന്തെങ്കിലും ഗെയിംസ് കളിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു റൂമിന്റെ അകത്തേക്കും കടന്നു വരുന്നത്. അവളും അവർ തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുവാനായിട്ട് ഉറങ്ങുന്നതായിട്ടൊക്കെ അഭിനയിച്ച് അവിടെ കിടക്കുന്നു. അവൾക്കും പുറത്തേക്കൊക്കെ പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ആരും അറിയാതെ പയ്യെ പയ്യെ ഓരോരോ സ്റ്റെപ്പൊക്കെ വെക്കുകയായിരുന്നു അവളും. അവൾ അങ്ങനെ നീങ്ങി നീങ്ങി പോകുന്ന സമയത്ത് ബാക്കി കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിക്കുകയും ചെയ്യുന്നു. എങ്കിൽ പോലും ഡോറിന്റെ തൊട്ടടുത്തായിട്ട് അവൾ എത്തി കഴിയുമ്പോഴത്തേക്കും കൂടെയുണ്ടായിരുന്ന ചിന്നും അവൾ അങ്ങനെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ്. സോളിനെ പിടികൂടിയെന്ന് മനസ്സിലാക്കുന്ന അവളും അവരുടെ ഒപ്പമൊക്കെ ഇരുന്ന് ഗെയിം കളിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതേസമയം ചിന്നും അടുത്തൊരു ഗെയിം എന്നുള്ള രീതിയിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൽ ആര് തോൽക്കുന്നുവോ അവരാകട്ടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സ്റ്റുഡൻസിന് മുമ്പിൽ പോയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ അത് അംഗീകരിക്കുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഗെയിമൊക്കെ കളിക്കുകയാണ്. സോളും എന്ത് വന്നാലും തോൽക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഗെയിമും കളിക്കുന്നു. ഗെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളാകട്ടെ ഒരു നമ്പറൊക്കെ പറഞ്ഞ് അതിന്റെ ഒപ്പം ഒരു ഫ്രൂട്ടിന്റെ പേര് കൂടി പറയും. അടുത്തയാളും എത്രയാണോ നമ്പർ പറഞ്ഞത് അത്രയും തവണ ആ ഒരു ഫ്രൂട്ടിന്റെ പേര് ആവർത്തിച്ച് പറയണം. പിന്നീട് ഈ ഒരു ഗെയിമൊക്കെ തുടർന്നുകൊണ്ടും ഇരിക്കും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ സോള് ചിന്നിന് മുമ്പിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിന്നും ടീമും കൂടി സോളിനെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീമിന്റെ മുമ്പിലായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. സോളോ റൂമിലെത്തി കഴിയുമ്പോഴത്തേക്കും ചേട്ടനെ അല്ലാതെ റൂമിൽ സഞ്ജയനെ കാണുന്നേയില്ല. അതുകൊണ്ട് തന്നെ സഞ്ജ വരുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അവളും ഡാൻസ് ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന സഞ്ജയ് പതിയെ എണീറ്റൊക്കെ വരുന്നത്. സഞ്ജയന് അവളും അവള് സഞ്ജയനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നാണക്കേടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന അവളും പെട്ടെന്ന് തന്നെ ആ ഒരു റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു.
സോളിന്റെ പിറകെ ചെന്നിട്ടുണ്ടായിരുന്ന ജിന്നും അവളോട് ഒരു തവണയും കൂടി വന്ന് ഡാൻസ് ഒക്കെ ചെയ്യുവാനായിട്ട് പറയുമ്പോഴത്തേക്കും സോളും ആകെ ദേഷ്യപ്പെടുന്നു. അവൻ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഗെയിംസും മറ്റുമൊക്കെ തനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്നും താൻ അവിടെ നിന്ന് പോവുകയാണെന്നുമൊക്കെയാണ് സോൾ പറയുന്നത്. മാത്രമല്ല, മദ്യം എന്ന് പറയുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഇരിക്കെ ഗെയിംസ് എന്ന പേരിൽ നിങ്ങൾ പലരെയും കൊണ്ട് മദ്യമൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മദ്യം കുടിച്ചിട്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എല്ലാ കുറ്റവും നീ ഏറ്റെടുക്കുമോ എന്നൊക്കെ ആയിരുന്നു സോളും ചോദിക്കുന്നത്. സോളും അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ നിന്ന് മദ്യമൊക്കെ കുടിച്ചതിന് ശേഷം ആ ഒരു പാത്രമൊക്കെ ജിന്നിന്റെ തലക്കിട്ട് നോക്കി എറിയുന്നു. മാത്രമല്ല, എത്രയും വേഗം കുട്ടികളോട് മദ്യമൊക്കെ കുടിക്കുന്നത് നിർത്തുവാനായിട്ട് പറഞ്ഞിട്ട് അവരെ കിടത്തി ഉറക്കിക്കോണമെന്നൊക്കെ പറഞ്ഞ് സോൾ പോകുമ്പോഴത്തേക്കും ജിന്നും എല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. സോളും വെളിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് സഞ്ജു നടന്നു വരുന്നത് കാണുന്ന അവളും മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് അതിലെ ഓടിയൊക്കെ പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു വനമേഖലയൊക്കെ ആയിരുന്നു. മാത്രമല്ല, കാട്ടുപന്നികളുടെ ശല്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. എക്ലിപ്സിന്റെ ടീമിലെ പാട്ടൊക്കെ പാടുന്ന ആളാകട്ടെ പഠിത്തമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും കൃത്യമായ പ്രാക്ടീസ് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഡീഷന്റെ ഒക്കെ നോട്ടീസ് അവരും കാണുന്നത്. സോളും തന്നെ കാട്ടിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു പേടിയൊക്കെ അവൾക്ക് തോന്നുകയാണ്. കയ്യിലുണ്ടായിരുന്ന സെൽഫ് ഡിഫൻസിന്റെ എക്യുപ്മെന്റ് അവൾ എടുക്കുമ്പോഴത്തേക്കും ആയിരുന്നു തൊട്ട് പുറകിലായിട്ടൊക്കെ സണിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളും പേടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു എക്യുപ്മെന്റ് ഒക്കെ അവന്റെ ദേഹത്തും വെക്കുന്നു. അവനും അപ്പോൾ തന്നെ നിലത്തേക്കൊക്കെ വീണു പോകുന്നു. സോളും എങ്ങനെങ്കിലും അവനെ രക്ഷിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് റേഞ്ചുള്ള സ്ഥലമൊക്കെ തപ്പി നിൽക്കുമ്പോഴത്തേക്കുമാണ് സൺഷൈൻ എണീറ്റൊക്കെ വരുന്നത്. പക്ഷേ അവൻ എണീറ്റ് വരുന്ന സമയത്ത് അവളുടെ കാലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കയറിലൊക്കെ കുടുങ്ങി അവളും ഇപ്പോൾ ഒരു മരത്തിലൊക്കെ തൂങ്ങിക്കിടക്കുകയാണ്. ഇതേതോ ഒരു മൃഗത്തിന് വേണ്ടി വെച്ചൊരു ട്രാപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു ട്രാപ്പിൽ നേരെ വന്ന് വീഴുന്നത് സോളാണ്. സൺഷൈൻ പതിയെ അവളുടെ കാലിന്റെ കെട്ടൊക്കെ അഴിച്ചും കൊടുക്കുന്നു. സോളിന്റെ കയ്യിലേക്ക് ആ ഒരു സെൽഫ് ഡിഫൻസിന്റെ എക്യുപ്മെന്റ് ഒക്കെ അവനും വെച്ചു കൊടുക്കുകയാണ്. അത് ശരിക്കും കറണ്ട് അടിക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ അവളും അതിൽ ബാറ്ററി ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവന്റെ മർമ്മത്തിലൊക്കെ കൊണ്ടുപോയി അത് വെച്ചത് കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് അവൻ വീണു പോയത് മാത്രമായിരുന്നു എന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. സോളിനും ഫീൽഡ് ട്രിപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും, നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, എന്നെ അവോയ്ഡ് ചെയ്ത് മടുത്തത് കൊണ്ടല്ലേ നീ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുന്നതെന്ന് അവനും തിരികെ ചോദിക്കുകയാണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവളും ഒരു മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഞാൻ കാരണമായിരിക്കും നീ മരിക്കുവാനായിട്ട് പോകുക എന്നൊക്കെ അവളും മനസ്സിൽ ഓർക്കുന്നു. സൺജയും സോളും ഒന്നിച്ചു വരുന്നതൊക്കെ ചേട്ടനും ഇപ്പോൾ കാണുന്നു. നിന്നെ അവൾ വേണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ, നിനക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് ഇടപെടുവാനായിട്ട് അറിയിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീയാകട്ടെ നേരിട്ട് അവളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റുവാനായിട്ട് നോക്കി. പക്ഷേ പെണ്ണുങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് പല പല വഴികൾ പോലെയാണ്. അതിൽ നേരെ പോവുകയാണെങ്കിൽ ഇടിച്ചെവിടെയെങ്കിലും വീഴുകയുള്ളൂ. വളഞ്ഞും തിരിഞ്ഞും വളരെ സ്ലോ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ കൃത്യമായി ഹൃദയത്തിലൊക്കെ കയറി പറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ചേട്ടനും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ചേട്ടനും ചേട്ടന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നിന്റെ ഫോൺ ഒന്ന് തരാമോ എന്നൊക്കെ അവനോടും ചോദിക്കുന്നു. ചേട്ടനും വളരെ സോപ്പിട്ടൊക്കെ അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേട്ടനെ നൈസായിട്ട് തേച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം എല്ലാം തന്നെ അവളും തുറന്നു പറയുന്നു. ജിന്നിന് അവരുടെ കൂടെയുള്ള ഉൻചി എന്ന പേരുള്ള ഒരു പെൺകുട്ടിനെ ഇഷ്ടമാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്ത് ഫീൽഡ് ട്രിപ്പിന് തന്നെ അവളെ കിസ് ചെയ്യുവാനായിട്ടാണ് ജിന്നും ഉദ്ദേശിച്ചിട്ടൊക്കെ ഉള്ളത്. ഉൻചിക്കും അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ അവളും പറയുന്നു. അവളെ കിസ് ചെയ്യുവാനായിട്ടായിരുന്നു രാവിലെ മുതലേ ജിന്നും മൗത്ത് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. സോളും ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ മദ്യപിക്കുകയാണ്. ചേട്ടനും അതുപോലെ മദ്യപിച്ചിട്ട് ഗേൾഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞ് ആകെ കരയുന്നു. സഞ്ജയും ഇപ്പോൾ ചേട്ടനെ സമാധാനപ്പെടുത്തുകയാണ്. ഞാൻ എന്തായാലും അവളെ കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ചേട്ടൻ അങ്ങനെ പോകുന്നതെല്ലാം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഹിഞ്ചുവും കണ്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ചേട്ടന്റെ പിറകെയൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്ന സഞ്ജയും ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ നിൽക്കുന്നു. അപ്പോഴായിരുന്നു അവിടേക്ക് ജിന്നും എത്തുന്നത്. ജിന്നും പ്രപ്പോസ് ചെയ്യാനുള്ള പ്ലാനോട് കൂടി തന്നെ അവിടെ നിന്നിട്ട് വളരെ ഒച്ചത്തില് ഉൻജിനെ വിളിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഒരുപാട് തവണ മൗത്ത് വാഷ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാൾക്കും വയറ്റിന് നല്ല സുഖമൊന്നും ഇല്ലാതെ ആകുന്നത്. അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിലേക്കൊക്കെ ഓടിക്കയറുന്നു. അതേസമയം ആ ഒരു ഡോറിനൊന്നും ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സൺഷൈനെ കൂടി ഒരു ഹെൽപ്പിന് വേണ്ടി ജിൻ വിളിക്കുകയാണ്. പക്ഷേ അവനെ സഹായിക്കുവാനായിട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ സോളിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തി ഇതേ ആളാണെന്നുള്ള കാര്യമൊക്കെ സഞ്ജയ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനിട്ട് ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന രീതിയിൽ സഞ്ജയും ആ ഒരു ഡോറൊക്കെ വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും ഒണിച്ചിയും ടീമും ആകട്ടെ പ്രപ്പോസലൊക്കെ സ്വീകരിക്കുവാൻ തയ്യാറായി വെളിയിലേക്ക് വരികയാണ്. സോ ടോയ്ലറ്റിലിരിക്കുന്ന ചിന്നിനെ ആയിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാൾക്കും മൊത്തത്തിൽ ഒരു നാണക്കേടൊക്കെ അത് കാരണം ഉണ്ടാകുന്നു. സോളും മദ്യപിച്ച് ഒരിടത്ത് വിശ്രമിക്കുകയാണ്. സൺചിയും അവളെ കാണുന്നു. അങ്ങനെ ഇരിക്കെ
സഞ്ജയ്ക്ക് അപകടമൊക്കെ നടന്ന അന്ന് എല്ലാത്തിരക്കും മാറ്റി വെച്ചിട്ട് സോളിനെ കാണുവാനായിട്ട് എത്താമെന്നൊക്കെ സഞ്ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നും കാണുവാനായിട്ട് വന്നോളാനൊക്കെ ഞാൻ പറയുകയായിരുന്നെങ്കിൽ അവനും അപകടം സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെയാണ് അവളും ഓർക്കുന്നത്. നേരത്തെ സോള് കുടുങ്ങി പോയതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടനും ഒരു വള്ളിയിലൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. ഹ്യുൻചുവും ചേട്ടന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. ചേട്ടന്റെ ഗേൾഫ്രണ്ട് ചേട്ടനെ ചതിച്ചു എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഹ്യുൻചുവും ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷെ ചേട്ടനാകട്ടെ ഇപ്പോഴും ഗേൾഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞ് കരയുകയാണ്. ഹ്യുൻചുവും ചേട്ടനോട് അവളെക്കുറിച്ച് മിണ്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെയും അവള് കിസ് ചെയ്യുന്നു. സോള് വീഴുവാനായിട്ട് തുടങ്ങുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സഞ്ജയും ഓടിപ്പോയി അവളെ പിടിക്കുന്നു. നിന്നോട് ഞാൻ എത്രത്തോളം റൂഡായിട്ടൊക്കെയാണ് പെരുമാറിയത്, എന്നിട്ടും എന്തുകൊണ്ടാണ് അതെല്ലാം മറന്നിട്ട് വീണ്ടും എന്റെ പിറകേക്ക് നീ വരുന്നത്? നീ എന്താ പൊട്ടനാണോ? നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനല്ലായിരുന്നോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഇരിക്കെ എനിക്ക് ഇവളെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ടേച്ചു പോകുന്നതിന് പകരം എന്തിനാണ് എപ്പോഴും എന്നെ സഹായിക്കുവാനായിട്ട് എത്തുന്നതെന്നൊക്കെ ആയിരുന്നു സോളും അവനോട് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ നിനക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോളും കരയുന്നു. സൺജിക്കും എന്താണ് സംഭവം എന്ന് അറിയുകയില്ലെങ്കിൽ പോലും അവളോട് സോറിയൊക്കെ ചോദിക്കുന്നു. ഇനി എനിക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും നീ ഒരിക്കലും അതൊന്നും തന്നെ ഓർക്കേണ്ട കാര്യമില്ല. നീയും എന്നെ തനിച്ച് വിട്ടേക്കുവാനൊക്കെ പറഞ്ഞ് സോളും ഇരിക്കുകയാണ്. സോളിന് വേണ്ടി സഞ്ജയ് എഴുതിയ പാട്ടൊക്കെ ഉണ്ടല്ലോ, നീ ആ ഒരു പാട്ടൊക്കെ എനിക്ക് തരാമോ? എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ബാൻഡിലൊക്കെ ഒന്ന് പെർഫോം ചെയ്യാമെന്നൊക്കെ ഇൻഹുക്ക് അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും, നീ അല്ലാതെ മറ്റാരെങ്കിലും ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ഇൻഹുക്കിന്റെ അടുത്ത് കൂടി സഞ്ജയ് ചോദിക്കുന്നു. ഇൻഹുക്കും ആ ഒരു പാട്ടൊന്നും ആരെയും പാടി കേൾപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ അറിയിക്കുന്നു. പോലീസും ടീമും സോൾ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തുന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥലമൊക്കെ കത്തി നശിക്കുന്ന കാഴ്ചയായിരുന്നു അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ അടുത്തായിട്ട് തന്നെ യങ്സും ഉണ്ടായിരുന്നെങ്കിലും അവർ അത് ശ്രദ്ധിക്കുന്നു കൂടിയില്ല. സോളും അന്വേഷണമൊക്കെ എവിടം വരമായെന്ന് അറിയുവാനായിട്ട് പോലീസിനെ കോൾ ചെയ്യുന്നു. അവളും പോലീസിന് റിപ്പോർട്ടൊക്കെ കൊടുത്ത കാര്യം അയാൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളും ആ ഒരു സ്ഥലത്തിനൊക്കെ തീയിട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പോലീസും ഇപ്പോൾ അവളെ അറിയിക്കുകയാണ്. അയാൾ എന്നെ കാണുവാനായിട്ട് വല്ലതും വരുമോ? അങ്ങനെ വരുമ്പോഴത്തേക്കും സഞ്ജയനെ കണ്ടുമുട്ടുമോ എന്ന പേടിയിലൊക്കെ ഇപ്പോൾ അവളും കുറേയധികം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അവളെ കാത്ത് വഴിയിൽ തന്നെ സഞ്ജയും നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു പാട്ടിനെ കുറിച്ച് ഇൻഹുക്കിന് മാത്രമേ അറിയിക്കുകയുണ്ടായിരുന്നുള്ളൂ. നീ ആ പാട്ടിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ സോളിന്റെ അടുത്തും സഞ്ജയ് ചോദിക്കുകയാണ്. അവളും ഏത് പാട്ടെന്നൊക്കെ ചോദിച്ചു നിൽക്കുന്നു. സഞ്ജയ് സോളിനെയുമായിട്ട് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും സഞ്ജയ് സോളിന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടൊക്കെ ഇപ്പോൾ സോളും സഞ്ജയ്ക്ക് വേണ്ടി പാടിയൊക്കെ കേൾപ്പിക്കുകയാണ്. ആ ഒരു സമയത്താകട്ടെ ഞാൻ ഫ്യൂച്ചറിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ശരിയാക്കിയിട്ടേ പോകുകയുള്ളൂ എന്നൊക്കെ സോൾ പറയുന്നതും സഞ്ജയ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോളിനോടും നീ എവിടേക്കാണ് പോകുന്നത്? നീ ശരിക്കും ഫ്യൂച്ചറിൽ നിന്നും എത്തിയതാണോ എന്നൊക്കെ സഞ്ജയും ചോദിക്കുന്നു. അത് കൂടാതെ സഞ്ജയും സോളിനെ എടുക്കാനായിട്ടൊക്കെ ശ്രമിച്ച സമയത്ത് സോളും സഞ്ജയനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് ഇതിന്റെ 9ാമത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.